പറയൂ. ദിസ് ഈസ് ആദിത്യ പറയൂ. ദിസ് ഈസ് ആദിത്യ ആൻഡ് മൈ ഫാദർ ഹരീഷ് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ഇത് ഹരീഷും ആദിത്യയും കുട്ടികളിലൂടെ എങ്ങനെ പഠിക്കാമെന്നുള്ള പരിപാടിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ നിന്നും പലതും പഠിക്കാനുണ്ട് രക്ഷിതാക്കൾ എന്ന രീതിയിൽ. അത് പഠിക്കുമ്പോൾ മാത്രമാണ് കുട്ടികളിൽ നമുക്ക് ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഹാപ്പിയാണ്. ഒരു വെറുതെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും, കാരണമില്ലാതെ സന്തോഷത്തിലായിരിക്കും. പോയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചാടിക്കൊണ്ടേയിരിക്കും. ഒരു കുട്ടി വെറുതെ സന്തോഷത്താൽ ഉല്ലാസവാനായി തുള്ളിച്ചാടുമ്പോൾ ഭൂരിഭാഗവും രക്ഷിതാക്കൾ അപ്പോൾ അവനോട് മിണ്ടാതിരിക്കാനും അടങ്ങിയിരിക്കാനും പറയും. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് അടങ്ങിയിരിക്കുക? അവനിൽ ഊർജം പ്രകമ്പനം കൊണ്ട് ഇരിക്കുകയാണ്, പ്രകമ്പിതനാണ് അവൻ, ഊർജത്താൽ പ്രകമ്പിതനാണ്. ആ സമയത്ത് അവൻ ചാടി ഓടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നു. കുട്ടികളാണെങ്കിൽ ഊർജ്ജപ്രസരണം കാരണം ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. ആ സമയത്ത് അനങ്ങരുത്, മിണ്ടരുത് എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതൊരു കാര്യമാണ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സന്തോഷത്തിൽ എന്നോടൊപ്പം നിൽക്കാൻ ആളുകളില്ല. എന്നാൽ അവന് പനിയോ വല്ല അസുഖമോ വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്ത് നിന്ന് മാറുകയില്ല. ഇവിടെ നാം കുട്ടിയിലേക്ക് ശരിക്കും ചെയ്യുന്നത് എന്താണ്? തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും എന്തെങ്കിലും വയ്യായികയുണ്ടെങ്കിലും മാത്രമേ ആളുകൾ അടുത്തേക്ക് വരൂ എന്നൊരു സന്ദേശം കുട്ടികൾ എടുത്താൽ അവർ പിന്നെ അസുഖം അഭിനയിക്കാൻ തുടങ്ങും. അങ്ങനെ പല കേസുകളും നമ്മുടെ അടുത്ത് സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ ആഹ്ലാദത്തിനൊപ്പം ഞാൻ എൻ്റെ മോനോടൊപ്പം ചെയ്യാറുള്ളതാണ്. അവൻ വെറുതെ ചാടി കളിക്കുമ്പോൾ ഞാനും അവനൊപ്പം പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചുള്ളിച്ചാടാറുണ്ട്. ആ ആഘോഷമാണ് അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. അവരുടെ സന്തോഷത്തിൽ നാമും സന്തോഷിക്കുക. അവർക്ക് വയ്യാതെയാകുമ്പോൾ അവരെ ശ്രദ്ധിക്കണം. അമിതമായി അവരെ നമ്മൾ കെയർ ചെയ്യരുത്. അത് അവരിൽ പല മാറ്റങ്ങളും മനഃശാസ്ത്രപരമായി തന്നെ ക്രിയേറ്റ് ചെയ്തേക്കും. അപ്പോൾ കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാൻ ശ്രമിക്കുക. അവരുടെ ആഹ്ലാദത്തോടൊപ്പം നമുക്കും ആഹ്ലാദിക്കാം. അവരുടെ സന്തോഷത്തിലാണ് നാം അവർക്കൊപ്പം നിൽക്കേണ്ടത്. അപ്പോൾ അവരുടെ ചീത്ത പറയുകയോ വിരട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ മാനസികമായ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ അവരെ പുറകോട്ട് വലിച്ച്. അപ്പോൾ കുട്ടികളുടെ ആഘോഷം നമുക്കും കൂടി ആഘോഷിക്കാം, അവർക്കൊപ്പം നിൽക്കാം, അവരിൽ നിന്നും പഠിക്കാം. ആ ഒരു ആഘോഷപരത നമ്മുടെ ജീവിതത്തെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ദിസ് ഈസ് ആദിത്യ ആൻഡ് ഹരീഷ് സൈനിങ് ഔട്ട്. താങ്ക് യു വെരി മച്ച്. നമസ്തേ.